നമസ്കാരം. വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാ സോയാബീൻസ് കണ്ടോ. സോയ നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. നല്ല കിടുക്കാച്ചി ബീഫ് ഫ്രൈനെ വെല്ലുന്ന ഒരു ഐറ്റമാണ് ഈ സാധനം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് മസാലയാണ്. ബീഫ് മസാല, അതുപോലെ തന്നെ ഗരം മസാല, അല്പം മുളക് പൊടി, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി. പിന്നെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല സൂപ്പർ സാധനമാവും. അപ്പം ഇതിന് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ്മീരി മുളക് പൊടിയിൽ ഇതാ ഒരു സ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല, ഗരം മസാലയിൽ ഈ ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ ഗരം മസാല. അതേപോലെ നമ്മുടെ ബീഫിൻ്റെ മസാലയിൽ ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇത്രയും സാധനം അങ്ങോട്ട് ഇട്ട് ഇവനെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പം ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഉപ്പും ആവശ്യത്തിനിട്ടിട്ട് നമ്മളിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ. അപ്പം ഈ സാധനം അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ നമുക്ക് ഇതിനെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു അടിപൊളി ഒരു ഫ്രൈ ആണിത്, സോയാബീൻ ഫ്രൈ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സോയ ഫ്രൈ ഉണ്ട്. അപ്പം എന്താ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നു, നമ്മുടെ സോയ അങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് ചില കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ഒഴിക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ താരമായ സോയ, അതെ നമ്മൾ മുമ്പേ പുരട്ടി വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സോയ നമ്മളെടുത്ത് കണ്ടോ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇവനെ അങ്ങോട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് കഴിച്ചാലുണ്ടല്ലോ നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങോട്ട് മാറ്റി നിർത്തും. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആളുകൾക്ക് കഴിക്കാൻ, അതായത് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അടിക്കുന്നവരായതുകൊണ്ട് അത്ര പ്രശ്നം. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വളരെ അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു വിഭവമാണ്. അതായത് നല്ല ബീഫ് ഫ്രൈ എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പം, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ഇവനെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആവും. അപ്പം ഇതേപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. സൗദി അറേബ്യയുടെ നല്ല കുറച്ച് കാഴ്ചകളുമായിട്ട്, നല്ല കുറച്ച് പ്രദേശങ്ങളുടെ കാഴ്ചകൾ, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ റെസിപ്പികളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തേക്കുക. ഇതേപോലെയുള്ള നല്ല കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ ഓടിയെത്തുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം എന്താ നമ്മുടെ സോയ അങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതേപോലെ മേടിക്കാൻ കിട്ടുന്ന സോയാ ബോളാണ്. ഈ സോയാ ബോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും. അങ്ങനെയാണ് ഈ നല്ല ബോളായിട്ട് കണ്ടോ, അടിപൊളി ബോളായിട്ട് അത് ആയേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സോയാബീൻ ബോൾ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാതെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇതാ ഫ്രൈ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയുടെ ഒക്കെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ബീഫ് വറക്കുന്ന അതേ ഒരു സ്മെല്ല് തന്നെയാണ് നമുക്കിവിടെ. അപ്പം നമുക്കിത് റെഡി ആക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തുകൂടെ നോക്കാം.
നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നോക്കി, ഇത് കണ്ട ബീഫ് ഫ്രൈ എല്ലാം ആരെയും പറയാമോ? നല്ല തകർപ്പൻ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോയാക്കുട്ടൻ അങ്ങനെ നല്ലപോലെ വെന്തു. അപ്പം തീയൊക്കെ നമുക്ക് നിർത്തിയിട്ട് നമുക്കിവനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇത് കണ്ടിട്ട് ബീഫ് ഫ്രൈ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ല തകർപ്പൻ ബീഫ് ഫ്രൈ പോലെ തന്നെ. അപ്പം തീർച്ചയായിട്ടും നോൺ വെജ് കഴിക്കാത്തവർക്ക് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ സോയാ ബോൾ ഫ്രൈ. ഇതിനകത്ത് നമ്മൾ ഇട്ട മസാലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതേപോലെ നമ്മൾ ബീഫിന്റെ മസാല അങ്ങോട്ട് ചേർത്തുകൊണ്ട് ഇവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നല്ല ബീഫ് ഫ്രൈൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വെജിറ്റേറിയൻ നോൺ വെജ് ഫ്രൈ എന്ന് നമുക്ക് ഇതിന് പറയാം. അതായത് അത്ര ടേസ്റ്റുള്ള നല്ല യഥാർത്ഥ നല്ല ബീഫ് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റോടുകൂടി നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ സോയാബീൻ ബോളിൻ്റെ ഫ്രൈ ആണ് നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. നോക്കി കണ്ടോ, നല്ല ബീഫ് ഫ്രൈ പോലെ തന്നെയല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ സോയാ ബോൾ ഫ്രൈ ടേസ്റ്റ് ചെയ്യാൻ ഇന്ന് പുതിയൊരു ടേസ്റ്ററാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്യാമറാമാനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ, അടിപൊളിയാണ്. അപ്പം നമ്മുടെ അലിം പറഞ്ഞിരിക്കുന്ന നല്ല കിടുക്കാച്ചി സാധനമാണെന്നാണ്. അപ്പം ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി സാധനമാണ്. നല്ല ബീഫ് ഫ്രൈ കഴിക്കുന്നത് എങ്ങനെയാണോ അതേ ഒരു ടേസ്റ്റാണ് നമുക്ക്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. അടുത്ത നല്ല സൗദി അറേബ്യൻ കാഴ്ചകളുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാളെ പാചകമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.